കുട്ടികളുടെ വിലാസിനി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഇന്ന് അവിടെ വരുന്നുണ്ടായിരുന്നു. എം ഡിയെ പറ്റിയുള്ള ഓർമ്മയിൽ ചേച്ചി വിതുമ്പുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എം ഡിയുടെ കാലത്ത് ജീവിച്ചിരുന്ന എഴുത്തുകാരിൽ മാത്രമല്ല എം ഡിയുടെ സാന്നിധ്യം. എം ഡിയെ വായിക്കുന്ന നമ്മളിലൊക്കെ നമ്മളറിയാതെ എം ഡിയുടെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. നമ്മുടെ എഴുത്തിലോ ബോധത്തിലോ അബോധത്തിലോ ഒക്കെ, നമ്മുടെ എഴുത്തിലോ നമ്മുടെ വ്യവഹാരങ്ങളിലോ ഒക്കെ ഒരു എം ഡി എവിടെയൊക്കെ കുറച്ച് വരുന്നുണ്ട്. ചേച്ചിയുടെ കാര്യത്തിൽ ആ എം ഡി സാന്നിധ്യം പേരിൽ തന്നെ കൂടെ കൂടിയിരിക്കുകയാണ് ശ്രീമതി കുട്ടിയുടെ വിലാസിനി. ഞാൻ വാസേട്ടനെ പരിചയപ്പെടുന്നത് 66, 67, 68 കാലത്തോട്ട് എനിക്ക് വാസേട്ടനെ അറിയാവുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ ആനിവേഴ്സറിക്ക് ഞാനാണ് നാടകം അഭിനയിക്കാറ് അവരുടെ. അപ്പോൾ ആ നാടകം ഫൈനൽ റിഹേഴ്സലിന് വാസേട്ടൻ വരും. അന്ന് വാസേട്ടൻ്റെ മാതൃഭൂമിയിലാണ് ജോലി. അപ്പോൾ ഫൈനലിന് വാസേട്ടൻ വരും. ഞങ്ങൾ വാസേട്ടനാണ് കോഴിക്കോട് ഭാഷയിൽ വിളിക്കാറ്. എം ടിന്ന് വിളിക്കാറില്ല, വാസേട്ട എന്നാണ് എല്ലാവരും അങ്ങനെ വിളിക്കുക. അതാണ് ഞാനും അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ വന്നിരുന്നിട്ട് നാടകം റിഹേഴ്സൽ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ വാസേട്ടൻ ഒന്നും സംസാരിക്കില്ല. അപ്പോൾ ഇതൊക്കെ റിഹേഴ്സൽ കഴിഞ്ഞാൽ വാസേട്ടൻ പോകും. പക്ഷേ അത് സംവിധാനം ചെയ്ത് അവരെ വിളിച്ചിട്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള പരിചയമുണ്ട് എനിക്ക് വാസേട്ടനായിട്ട്. കൂടുതൽ സംസാരിച്ചില്ലെങ്കിലും പരിചയമുണ്ട്. പിന്നെ ഈ സിനിമയിലേക്ക് വരാനുള്ളൊരു കാര്യം, ഞങ്ങളുടെ നാടകത്തിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഘവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന് മാതൃഭൂമിയിലാണ് ജോലി. അദ്ദേഹമൊക്കെ മരിച്ചിട്ട് എത്രയോ കാലമായി. അപ്പോൾ വാസേട്ടനായിട്ട് അങ്ങനെ നല്ല പരിചയമാണ്. മാതൃഭൂമിയിലെല്ലാം രാഘവേട്ടനെ ജോലി. അപ്പോൾ ഒരു സമയത്ത് എന്നോട്, ഞങ്ങൾക്ക് മിക്കവാറും അദ്ദേഹം തന്നെ മേക്കപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, എന്നെ മോളെ എന്നാണ് വിളിക്കാറ്. മോൾക്കൊന്ന് ഒരു സിനിമയുടെ അവസരം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു സിനിമയോ? അത് ഹീറോയിനായിട്ട്. ഞാൻ പറഞ്ഞു രാഘവേട്ടൻ എന്താ പറയുന്നത്? എനിക്ക് അത്ര വലിയ സൗന്ദര്യമുണ്ടോ? എനിക്ക് 2 മക്കളായി. ആ സമയത്ത് എനിക്ക് 2 കുട്ടികളുണ്ട്. ചെറുപ്പമാണെന്നേ ഉള്ളൂ. അപ്പം ഈ സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ നല്ല സൗന്ദര്യം വേണം, നല്ല വിദ്യാഭ്യാസം വേണം, അങ്ങനെയൊക്കെയല്ലേ അതൊന്നുമല്ല. ഇത് വാസേട്ടൻ്റെ കുട്ടിയെടുത്തി എന്ന് പറഞ്ഞ കഥയാണ്. അതിൽ നീ അഭിനയിക്കുന്നത്. പിന്നെ മാത്രമല്ല നിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഹീറോ ആയിട്ട് സത്യനാണ്. ഞാൻ ചോദിച്ചു സത്യനോ? എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ സത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ചക്രവർത്തിയല്ലേ സിനിമയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹമാണ് എൻ്റെ മെയിനായിട്ട് അഭിനയിക്കാൻ വരുന്ന ആൾ. അപ്പോൾ അതിൽ മുമ്പ് തന്നെ അപ്പോൾ ഞാൻ നാടകത്തിൽ നല്ലോണം ഒരുപാട് അവാർഡുകളും, ഒരു മത്സരം ഉണ്ടെങ്കിൽ ആ മത്സരത്തിൽ ഞാൻ തന്നെയായിരിക്കും ബെസ്റ്റ് നടി. പക്ഷേ നാടകത്തിൽ ഞാൻ വളരെ പ്രസിദ്ധമായിരുന്നു. സിനിമ സീറോ ആണ് സിനിമ. ഈ കുട്ടിയെഴുത്ത് ചെയ്തതിൻ്റെ ശേഷം ഞാൻ സിനിമ എന്താണെന്ന് അറിഞ്ഞത്. സിനിമയുടെ അതിൻ്റെ ഉള്ളിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്രയും നിശ്ചയമില്ല. എന്നുവെച്ചാൽ ഞാൻ അധികം സിനിമ, അതിന് മുമ്പേ ഞാൻ ഒരു 4 ചെറിയ വേഷം, പണ്ടൊക്കെ പറയും എക്സ്ട്രാ നടികളെന്ന് പറഞ്ഞു, ഇന്നതിന് ജൂനിയർ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ എക്സ്ട്രാ നടികളെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു 4-5 പടം ഞാൻ ചെയ്തു. വെച്ചാൽ ആൽമരം, കടൽപ്പാലം, തച്ചോളി ഉദയനൻ, പാലാട്ടുകോമൻ, കുഞ്ഞാലി മരക്കാറ്. അവരുടെ അതിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. അപ്പോൾ മെയിനായിട്ട് ചെയ്യാൻ കിട്ടുന്നൊരു വേഷം ഇതാ. അപ്പോൾ അപ്പം എനിക്ക് സന്തോഷമായി. വെച്ചാൽ
ഒരു നല്ല വേഷം ചെയ്യാൻ ഉണ്ടല്ലോ, കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ അവിടുന്ന് 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും രാഘവേട്ടൻ തന്നെ പറഞ്ഞു, നീ തന്നെയാണ് അവരവർ ഫിക്സാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് അറിയില്ല. എനിക്കന്ന് ഒരു നാടകം ഉണ്ടായിരുന്നു, MLA എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോഴിക്കോടുള്ള KT രവി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ നാടകം MLA. നല്ല നാടകമാണ് അത്. ആ നാടകത്തിലുള്ള ഞാൻ ഹീറോയിനാണ് ഞാൻ. അപ്പം ഇവർക്ക് തലയ്ക്ക് സുഖമില്ലാതെ ആയി. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ ഓഫീസുകളിലും ഇവർ ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കും. അവിടെയൊക്കെ പീഡനങ്ങളുണ്ടാവും. അങ്ങനെ ഇവർ മാനസികമായിട്ട് അവർ തമർന്ന് തരിപ്പണായി. അപ്പോൾ ഒരു ഭ്രാന്തിയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ നാടകം കാണാൻ വാസുവേട്ടനും PN മേനോനും വന്നിരുന്നു. അതെനിക്കറിയില്ല. നാടകം കഴിഞ്ഞിട്ട് മേക്കപ്പൊക്കെ തുടക്കണ സമയത്ത് രാഘവേട്ടൻ പറഞ്ഞു, മോളെ കാണാൻ 2 പേര് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ അവർ സ്റ്റേജിലേക്ക് ഗ്രീൻ റൂമിലേക്ക് വന്നു. അപ്പോൾ മേനോൻ ചേട്ടൻ എന്നെ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടമായി. നിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ച ക്യാരക്ടറെ നിനക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കൊരു വിശ്വാസമൊന്നും വന്നിട്ടില്ല. വാസേട്ടൻ നേരത്തെ അറിയുന്നത് കൊണ്ട് വാസേട്ടനൊന്നും പറഞ്ഞില്ല, പറഞ്ഞതൊക്കെ മേനോൻ ചേട്ടനാണ്. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വാസുവേട്ടൻ ഞങ്ങളെ വിളിച്ചു. എന്നാന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഫോണൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഒരു ഇവിടെ വളാഞ്ചേരി സോമിലെന്ന് പറയാം, അവിടെ മാനേജരാണ്. അപ്പോൾ അവിടുത്തെ നമ്പറാണ് ഞങ്ങളെല്ലാ നാടകക്കാർക്കും കലാസമിതിയിലേക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രോണി നിനക്ക് വാസേട്ടൻ വിളിച്ചിട്ടുണ്ട്, MT വാസുദേവൻ നായർ വിളിച്ചിരിക്കുന്നു, അങ്ങേരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനും പുള്ളിയും കൂടിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് വേഗം ചെന്നു. അങ്ങനെ വാസുവേട്ടനായിട്ട് കണ്ടു. അപ്പോൾ വാസുവേട്ടൻ കുറച്ച് എൻ്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു കെടുമ്പുണ്ട്, പിന്നെ പല്ല് പൊന്തിയതാണ്, കറുപ്പാണ്, ഒരു വൃത്തിയില്ലാത്തൊരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നോവലൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പിന്നീടാണ് വാസുവേട്ടൻ്റെ നോവൽ 24 ചെറുകഥയുള്ള ബുക്ക് എനിക്ക് കിട്ടിയത്, ഈ സിനിമ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ അതൊക്കെ വായിക്കാൻ എനിക്കിഷ്ടമാണ്. പണ്ടേ ഞാൻ എല്ലാ മാസികകളും മംഗളം അങ്ങനെയുള്ള കുറേ പത്രങ്ങളും നോവലുകളും നാടകങ്ങളും ഒക്കെ ഞാൻ വായിക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് സമയമില്ല. ഈ TV വന്നതിൻ്റെ ശേഷം അത് കണ്ട് ഇരിക്കും. പിന്നെ അതുമല്ല, ഇതിലിടയ്ക്ക് എൻ്റെ മൂത്ത മകൻ മരിച്ചു. 2 മോനാണ് എനിക്കുള്ളത്. ഒന്നിപ്പോൾ ഇവിടെയുണ്ട്, ഒരു മോൻ മരിച്ചു. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആകെ തമർന്നു പോയി, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം തമർന്നു. അതിനെക്കൊണ്ട് ഒന്നും വായിക്കാറില്ല. എൻ്റെ സമയം പോകുന്നത് TV കണ്ടിട്ടാണ്. എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ സമയം രാത്രി 10 മണി വരെ ഞാൻ TV കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുള്ളൂ. പക്ഷെ ഈ സിനിമ വന്നതിൻ്റെ ശേഷം, കുട്ടിയെടുത്തി എന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വലിയൊരാളായത്, എങ്ങനെയാണ് ഈ കുട്ടിയെടുത്തി എന്നുള്ള പേര് വന്നത് എന്ന് എനിക്ക് അത്ഭുതമാണ്. എനിക്കൊന്നും അറിയില്ല. അത് ഭയങ്കര എല്ലാ പത്രത്തിലും വന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡയെന്നൊക്കെ എനിക്ക് പത്രം കൂടെ അയച്ചു തന്നു. എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ പേര് കുട്ടിയെടുത്തി വിലാസിനി. ഞാൻ വെറും കോഴിക്കോട് വിലാസിനിയായിരുന്നു. അതിന് ഭാഗമാണ് ചേച്ചി MTയുടെ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക, ആ പേര് പേരിന്റെ കൂടെ ഭാഗമായി തന്നെ നിരന്തരം തുടരുക എന്നൊക്കെ പറയുന്നത് MTയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്നവർ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ കൂടെ MTയുടെ ഒരു കഥാപാത്രം പേരിൻ്റെ കൂടെ ചേർന്ന് കിട്ടുക എന്ന് പറഞ്ഞതിൽ പരം മഹാഭാഗ്യമുണ്ടോ?